ഹലോ, ഗുഡ് നൈറ്റ് പറയാൻ വന്നാട്ടോ. സമയം എത്രയെന്നറിയോ? ഇപ്പോൾ പറഞ്ഞുതരാം. 11:12 നൈറ്റ്. നമ്മൾ ഉണ്ണീട്ട ഗുരുവാർക്ക് പോയതാ. അപ്പോൾ നമ്മൾ എന്തായാലും വേണ്ടില്ല, നമ്മളെ സാബുവിൻ്റെ ശാലിനിൻ്റെയും കഥ പറഞ്ഞ് കുറേ ദിവസമായി. അപ്പോൾ തുടരെ സാബുവിൻ്റെയും ശാലിനിൻ്റെയും കഥ കേൾക്കാൻ വിളിക്കുന്ന ഒരാളുണ്ട്. ആരാന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല, വിളിക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മളൊന്ന് ചന്തത്തിലൊക്കെ നിൽക്കട്ടെ. കുറച്ച് ദിവസമായി നമ്മൾ ഡള്ളായിട്ടാണ് വന്നത് 2 വീഡിയോയിൽ. കാരണം നമ്മൾ വളരെയധികം എന്താ പറയുക അങ്ങനത്തെ ഒരു കാലാവസ്ഥയിലായിരുന്നു. മഴ പെയ്യാൻ തിരിക്കാനും സാധ്യത ഉണ്ട് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു കാർമേഘം മൂടി കെട്ടി ഇടി മഴയൊക്കെ പെയ്തു തോർന്നു. ഇനി വിടാം, ആ കാർമേഘത്തിനും മഴയ്ക്കും ഒക്കെ വിടാം. ഇനി നമ്മൾ സൂര്യൻ ഉദിച്ചു വന്നിരിക്കുകയാണ്. ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ, ദേവതമാർ ചൂടി തന്ന പൂ മറന്നുവോ, എന്റെ സ്വപ്നങ്ങളെ വിടാം. അപ്പം നമ്മൾ സ്വപ്നം കാണണം. ഉറങ്ങിയാൽ നമുക്ക് സ്വപ്നം കാണണ്ടേ? നമ്മൾ 2 ദിവസമായിട്ട് ദുസ്വപ്നങ്ങളായിരുന്നു കണ്ടിരുന്നത്. ഇനി ദുസ്വപ്നങ്ങൾക്കൊക്കെ വിട പറയാം. നമ്മൾ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് കഥ പറയാൻ വന്ന നമ്മളെ സാബുവിൻ്റെയും ശാലിനിൻ്റെയും കഥ. അപ്പം നമുക്ക് വെൽക്കം ചെയ്യാം ഒരാളെ. ഡെക്സ ബേബി കമോൺ, അമ്മയ്ക്ക് ഉമ്മതായോ? കമോൺ ബോയ്, ഗുഡ് ബോയ്. ഇന്ന് എനിക്ക് കാവലിട്ട് കുഞ്ഞാണ്. ഇനി വരുമോ? ഇനി ചോദിച്ചാൽ പറ്റില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അങ്ങനെ അന്നത്തെ രാത്രി സാബു പോയപ്പോൾ അവൾക്ക് ഉറക്കേ വന്നില്ല. കുറേ സ്വപ്നങ്ങളൊക്കെ വാരി കോരി കൊടുത്തിട്ട്, സ്വപ്നങ്ങളല്ല യഥാർത്ഥങ്ങൾ. കാരണം അവർ പിന്നെ 1 ഡേ ടൂർ പോയി. ഈ വരവിൽ എന്തൊക്കെ ചെയ്തവല്ലേ? മോതിരം വാങ്ങി, കാർത്തികയ്ക്ക് വള വാങ്ങിച്ചു കൊടുത്ത്, അവളെ ഏട്ടന് മോതിരം വാങ്ങിച്ചു കൊടുത്ത്, അങ്ങനെ റിങ് എക്സ്ചേഞ്ച് നടത്തി. പിന്നെ അവർ 1 ഡേ ടൂറിന് കൊണ്ടുപോയി. ഭയങ്കരമായിട്ട് ഹാപ്പിയായിട്ടാണ് ഹാപ്പിയാക്കി വെച്ചിട്ട്, ശാലിനെ ഹാപ്പിയാക്കി വെച്ചിട്ടാണ് നമ്മളെ സഭവും പോയത്. പെട്ടെന്ന് വരാം, ഏട്ടൻ്റെ കല്യാണത്തിന് വരാറുണ്ട്. ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, 1 മാസമുള്ളൂ. 1 മാസം ഇതാറുമ്പത്തിന് പറന്നു പോകും. അങ്ങനെ ശാലിനി ഇങ്ങനെ എന്തെല്ലാം സ്വപ്നം ഓളെ കൂടെ കിടന്നുറങ്ങിയില്ലേ? അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണല്ലേ. എന്ത് ഭാഗ്യം! അതൊരു ഭാഗ്യാണെന്നേ. അച്ഛൻ്റെയും അമ്മൻ്റെയും കൂടെ തന്നെ അവരുടെ കൂടത്തിൽ സാബുമോനും അവിടെ വന്ന് നല്ല സുന്ദരമായി അവരെ മകൻ്റെ പോലെ നല്ല വൃത്തിക്ക് നല്ല പരിശുദ്ധമായിട്ട് കിടന്നുറങ്ങിയിട്ട് അവനും പോയി ചോറ് വയലക്കറിയൊക്കെ വാരിക്കൊടുത്ത്. ഇനി പറഞ്ഞ തന്നെ നമ്മൾ പറയണ്ട. നമ്മളിനി എൻ്റെ ചിരിച്ച മുഖേനെ കാണുള്ളൂ. ഇന്ന് തൊട്ടിട്ട് ഇതാ ഈ 11:30 നമുക്ക് ന്യൂ ഇയർ, 11:16 നമുക്ക് ന്യൂ ഇയർ ആരംഭിക്കുകയാണ്. അത് കഴിഞ്ഞു പോയ വർഷത്തിലേക്ക് കൂട്ടിച്ചേർത്ത് നമ്മൾക്ക് വന്ന ആ കാർമേഘം മഴ ഇടിയൊക്കെ മിന്നലൊക്കെ അങ്ങോട്ടേക്ക് മാറ്റിവെച്ച് ഇനി നമ്മൾ പുതുവർഷത്തിന് പുലരി നർത്തനശാലയിൽ വന്നത് ഇനി ഞാൻ പാടില്ല. ഇനി പാടിയാൽ വട്ടായിട്ട് കാണും. അപ്പോൾ അങ്ങനെ ഇവളങ്ങനെ സ്വപ്നം കണ്ട് പായാലെങ്ങനെ കിടക്കുമ്പോൾ പിന്നെ മോൻ്റെ ഏച്ചിനെ കെട്ടിപ്പിടിച്ച് കാലൊക്കെ മിരക്കിട്ടിട്ട് മെല്ലെ പറയിച്ച്. അമ്മ കിടക്കാൻ വന്നില്ല കേട്ടോ, അമ്മയും അച്ഛനൊന്നും വന്നില്ല. അച്ഛൻ കുലായിലിരിക്കുകയാണ്. അമ്മ ഇങ്ങനെ ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകണ്ടേ, അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഏട്ടനും 2 ഏട്ടന്മാരൊക്കെ ഇരുന്ന് ആലോചിക്കുക. അപ്പം നമ്മളെ ശാലിനിമോൾ അന്ന് അടൂലിരിക്കണതാണ്. പക്ഷെ സാബുമോൻ പോയി. അപ്പോൾ അവൾക്ക് സ്വപ്നം കാണാൻ വേണ്ടി ഇവിടെ നേരത്തെ പായിട്ട് കണ്ടിങ്ങനെ ഉറങ്ങാത്ത സ്വപ്നങ്ങളുണ്ടല്ലോ, കണ്ണ് തുറന്ന് വെച്ച് കാണുന്ന സ്വപ്നങ്ങൾ. അതിന് പോയി കിടന്നു. അപ്പോൾ ഏച്ചീൻ്റെ അടുത്ത് വേഗം ഇവിടെ മോട്ടേന് കയറി കിടക്കും. എന്നിട്ട് പറയാം, ഏച്ചി സാപ്പെട്ട പോട്ടിക്ക് സങ്കടമാണ് ഏച്ചി. അപ്പം
ഓളെന്ത് ചെയ്യും മോട്ടനെ കെട്ടിപ്പിടിച്ച് പറയടാ എനിക്ക് സങ്കടം വരുന്നത് നമുക്ക് എന്തെല്ലാം സന്തോഷങ്ങൾ നമ്മൾ സാബേട്ടൻ തന്നില്ലേ ചേച്ചി. അപ്പോൾ ചിക്കൻ ചക്കി ചേച്ചി പിന്നെ സാബേട്ടൻ ചേച്ചീനെ ദുബായിലേക്ക് കൊണ്ടുപോയാൽ എന്നെ കൊണ്ടുപോയി ചേച്ചി. അപ്പോൾ മോൻ നല്ലോണം പഠിച്ചോളിട്ട് പഠിക്കണ്ടേ, പഠിക്കാണ്ട് നമുക്ക് പോകാൻ പറ്റുമോ? ചേച്ചി എത്ര കഴിയണം പഠിച്ച് വലുതാവണമെങ്കിൽ, അതുവരെ ഞാൻ ദുബായ് കാണാണ്ടൊക്കെ. അവർ അതൊക്കെ നമുക്ക് പോകാം മോട്ടെ, ഈ പഠിച്ച് നല്ല ഉദ്യോഗമൊക്കെ വാങ്ങണം, എത്ര പൈസയൊക്കെ വേണമെങ്കിലും ചേച്ചി സാബേട്ടനെ അയച്ചു തരും. അപ്പോഴേക്കും ദുബായിലെത്തി. അങ്ങനെ അന്ന് ദുബായൊക്കെ വലിയ കാര്യം കേട്ടോ. അങ്ങനെ ഇവർ രണ്ടാൾ ചേച്ചി മോനും ഇവിടുകൂടാന്ന് ചിരിക്കണുണ്ടാവും. അപ്പം അമ്മ വന്നപ്പോൾ അമ്മയ്ക്ക് എന്താ അപ്പം അത്ര ചിരിക്കാനേന്ന് പറയും. അപ്പം ഒന്നുമില്ല അമ്മയെന്ന് പറയും. പിന്നെ അമ്മയ്ക്ക് പിന്നെ വലിയൊരു സന്തോഷമൊന്നുമില്ല, ഓള് പറഞ്ഞാനിക്കണല്ലോ അമ്മനോട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ എണീച്ചാൽ അമ്മയ്ക്ക് ശാലിനി എണീക്കില്ലേ സ്കൂളിൽ പോകണ്ടേ. അപ്പോൾ അറിയാം അമ്മ ഞാൻ ഇന്ന് പോയില്ല. അപ്പം അമ്മയ്ക്കും ഇന്ന് പോവാത്തന്നല്ലേ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം, സാബുവിനോടുള്ള ഇഷ്ടങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാമെന്നും വേണ്ടാന്ന് പറഞ്ഞു നോക്കാം എന്നൊക്കെയായി അമ്മേൻ്റെ മനസ്സിൽ. അപ്പം പിന്നെ ചെക്ക പറയും ചേച്ചി പോവില്ല. പറയാം ഇല്ല എന്നാൽ ഞാനൊന്ന് പോയില്ല. അപ്പോൾ പറയാം ഇന്ന് പോകണ്ടെന്ന് എന്തായാലും അമ്മ സാബുവിൻ്റെ വിവരം ചോദിക്കുക. അപ്പം ഈ ഹെൽപ്പ് വെക്കണം കേട്ടോ, അത് ഞാൻ ഏറ്റ് എന്നറിയട്ടെ അവളെ. ഇന്ന് ഞാൻ ആകെ തന്നത് ഉച്ചയ്ക്ക് ഒരു ചപ്പാത്തി, രാത്രി ഒരു ചപ്പാത്തി, കട്ടൻ ചായ, അതിലാണ് നമ്മളെ ജീവിതം പോണത്. അത് കഥയിലുള്ളല്ല കേട്ടോ. അപ്പം ഏമ്പൊക്കെ വന്നപ്പോൾ എനിക്കത് ഓർമ്മ വന്നത്, ഞാൻ എന്താ തിന്നതെന്ന് ആലോചിക്കാം. പിന്നെ അങ്ങനെ പിന്നെ പൂള പുഴുങ്ങി തിന്നണമെന്ന് വിചാരിച്ചിട്ട് പോയി നോക്കിയപ്പോൾ ഡിഷ് കറി നല്ല തേങ്ങാപ്പാലൊക്കെ വെച്ച് കുറുമക്കറി ഇങ്ങനെ അങ്ങനെ തന്നെ ഇരിക്കണം. അപ്പം 3-4 സ്പൂൺ അത് കോരി കഴിച്ചിട്ട് രസം കട്ടൻ ചായ കുടിച്ചിട്ട് പോവാത് രാത്രി. വൈകുന്നേരമാണ് ഒരു ചപ്പാത്തി, ഇന്ന് ഉച്ചയ്ക്ക് ഒരു ചപ്പാത്തി. അപ്പം അങ്ങനെ നമ്മൾ മുഖം കൊട്ടിക്കണോ അങ്ങനെ ഇക്കാതൻ്റെ ഉള്ളിൽ കൂടെ അത് പറഞ്ഞാൽ സോറി ട്ടോ, ആശംസാളിയാ. പിന്നെ അങ്ങനെ നമ്മളെ പോവില്ല എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അച്ഛനും ഏട്ടന്മാരൊക്കെ വർക്കിന് പോയി കഴിഞ്ഞാൽ ഇവൾ നീച്ച് പല്ലൊക്കെ തേച്ച്, അപ്പം മോട്ടനും പല്ലൊക്കെ തേച്ച് ചായ കുടിക്കായിരിക്കും. അപ്പം ഓള് പോയി. അപ്പം അമ്മയ്ക്കും പിന്നെ ഏച്ചി ചായ ഉണ്ടാറിയാം. അപ്പം ഓളറിയാം മോട്ടെ ഏച്ചി ഇപ്പം വരാം, കുളിച്ച് വരാം. നമ്മൾ കുളിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ചായ കുടിക്കുള്ളൂ കേട്ടോ. നമ്മൾ ശാലിനി നമുക്ക് നല്ല ദൈവവിശ്വാസം കേട്ടോ. നമ്മളെ മോട്ടം കുളിക്കാണ്ടൊക്കെ ചായ വാരി കഴിക്കാം. അങ്ങനെ നമ്മൾ കുളിച്ച് മാറ്റിയൊക്കെ വന്ന് അവിടെ ഒരു മുത്തപ്പൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടാവും. അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഇറയിലുണ്ടാവും ഒരു ചിരട്ട, അങ്ങനെ ഇത്ര പോകുന്ന ഒരു മുഖം മാത്രം വെട്ടിയിട്ട് കമ്പിയിൽ കഷ്ണത്തിൽ തൂക്കിയിട്ടായി കേട്ടോ. അതിൽ ഭസ്മം നമ്മളെ വലിച്ചയുടെ വീട്ടിലുണ്ടായി, അത് വെച്ചിട്ടപ്പോൾ പറഞ്ഞത്. അങ്ങനെ പിന്നെ അതൊക്കെ തൊട്ട് ചായ വയ്ക്കായിരിക്കും. അപ്പോൾ വിളറിയാം അമ്മേ ഇന്ന് ഞാനില്ലേ ഇവിടെ, അമ്മ ഇവിടെ ഇരിക്കും, നമുക്ക് ഒപ്പര ചായ വയ്ക്കാറ്. അങ്ങനെ കുലായിൽ മേശപ്പുറത്ത് ഇരുന്നിട്ട് അങ്ങനെ അമ്മ അവിടെ ഇരിക്കും. അങ്ങനെ ഇവർ 3 കൂടി വെള്ളയപ്പും പിന്നെ ചെറുപയർ കറിയൊക്കെ കൂട്ടി അങ്ങനെ ഇമ്പളെ ശ്രീനേട്ടൻ്റെ പീടികയിലെ ചെറുപയറും പൂളക്കറി ഭയങ്കര രസമാട്ടോ. ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ശ്രീനേട്ടൻ്റെ കട ഉണ്ട്, അവിടെ ഉണ്ട് ചെറുപയറും പൂളി കറി വെച്ചാൽ എന്ത് നല്ല കറിയായിരിക്കും എന്നറിയാം. ഞങ്ങൾ ചെറുതാകുമ്പോൾ വാങ്ങി കൊണ്ടുവരലുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത കഥകളാണ്. അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല, അപ്പം പറയുന്നുള്ളൂ. അങ്ങനെ അങ്ങനത്തെ കറിയാണ് വെച്ച് അങ്ങനെ അവരത് കഴിക്കും. പിന്നെ കഴിക്കുമ്പോൾ അമ്മ പറയും ശാലിനി, അപ്പോഴേക്ക് എന്താ അമ്മ മോളെ ഇത് വേണം, എന്ത് സാബുമായിട്ടുള്ളത് വേണം മോളെ, അത് മറന്നാളും മോളെ, അത് വേണ്ട മോളെ. അതെന്താ അമ്മേ? വേണ്ട, അച്ഛനും വേണേട്ടനൊന്നും തീരെ സമ്മതിക്കില്ല. അച്ഛനും വേണേട്ടനും സമ്മതിക്കില്ല എന്നാരാ പറഞ്ഞത്? വേണു തീരെ സമ്മതിക്കില്ല. അപ്പോൾ മോട്ടൻ പറയും വേണേട്ടൻ്റെ സമ്മതം ആർക്ക് വേണം? നമ്മളെ അച്ഛൻ്റെ അമ്മൻ്റെ സമ്മതം വേണം മതി, നമ്മളെ അമ്മ സമ്മതിക്കും എന്ന് പറഞ്ഞാൽ അമ്മൻ്റെ പുറത്തടിക്കും. അപ്പം മോറ്റ അടങ്ങി നിന്നോ, ഈ ചായ കഴിക്കാൻ നോക്ക്, ഈ ചെറിയ കുട്ടി ഈ പഠിച്ചാൽ മതി എന്നറിയാം അമ്മ. അവരെ അമ്മേ ഞാൻ ചെറിയ കുട്ടിയായാലും അമ്മേനെക്കാളും എനിക്ക് നല്ല ബുദ്ധിയൊക്കെ ഉണ്ട്, അമ്മക്ക് ഇത്തിരി ബുദ്ധി കുറവാണ്. അമ്മേൻ്റെ മൂക്ക് നല്ലൊരു അന്വേഷണം വന്ന് ഒരു ദുബായ്ക്കാരനാവാൻ പോണ സാബേട്ടനെ വേണ്ടാന്നറിയണമെങ്കിൽ അമ്മ പൊട്ടത്തേറ്റല്ലേ അമ്മേ. നമ്മളേച്ചും ദുബായിൽ പോവില്ലേ? ദുബായിൽ പോയവർ ഏതെങ്കിലും സ്ഥലത്തുണ്ടോ പെണ്ണുങ്ങൾ? ഇപ്പോൾ ഈ വട്ടത്തെങ്ങാട്ടുണ്ടോ നിങ്ങൾ നോക്കി? അപ്പം എന്ത് നല്ല കാര്യമാണ് അമ്മ മുടക്കണതെന്ന് പറയും. അപ്പോൾ അമ്മ അങ്ങനെ ഒന്നും വേണ്ട ചാടിക്കും. അപ്പോൾ പറയും അമ്മ ഇനിയും മനസ്സിലാക്കുക ശാലിനീനെ, ശാലിനിക്ക് സാബുവിനില്ലാണ്ട് ശാലിനി കല്യാണം കഴിക്കില്ല, അല്ലേ അമ്മൻ്റെ മൂക്ക് കല്യാണമില്ല, അത് മാത്രം അമ്മ കരുതിയാൽ മതി എന്ന് ഇവള് പറയും. അപ്പോൾ ഓള് പറയും അമ്മ ഞാൻ ഇവിടെ കൊണ്ടുവച്ച മോതിരല്ലേ പിന്നെ ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞ്
അത് ഞാൻ വാങ്ങിയല്ലേ, ഏട്ടന് ഗിഫ്റ്റായിട്ട് സാബു തന്നതാ. കാർത്തികയ്ക്ക് വള മേടിച്ചു തന്നേ, എനിക്ക് മോതിരം മേടിച്ചു തന്നിട്ടെന്ന്. അപ്പം ഇത്രയും നല്ല ചെക്കനല്ലേ അമ്മയെ സാബു. എന്താ അമ്മ മനസ്സിലാക്കട്ടെ? പിന്നെ ഓൻ്റെ ഒരു എടുത്തുചാട്ടാണ് അമ്മ നോക്കണത്. എടുത്തുചാട്ടൊന്നും അമ്മ കാര്യമാക്കരുത് കേട്ടോ. നല്ല മനസ്സ് കാണാൻ മറക്കരുത് അമ്മ. ഇനി അമ്മ കണ്ടില്ലെങ്കിലും പ്രശ്നമില്ല, ഞാൻ അവനെ കിട്ടുള്ളൂ, ഇല്ലേ ഞാൻ കല്യാണം കഴിക്കൂല. നമ്മളെ അച്ഛൻ സമ്മതിക്കും. അച്ഛൻ എൻ്റെ അച്ഛനല്ലേ, എൻ്റെ അച്ഛനോട് ഞാൻ വാശി പിടിച്ച എൻ്റെ അച്ഛൻ എനിക്ക് സമ്മതിക്കും. വേണു സമ്മതിക്കും, വേണേട്ടൻ വേണമെങ്കിൽ സമ്മതിച്ചാൽ മതി എന്നറിയുള്ളൂ. എന്തെങ്കിലും ആട്ടെ. അപ്പം മോതിരൊക്കെ വായിച്ച നമ്മളെ അമ്മേനെ എന്ത് ഇഷ്ടമാണെന്നറിയാം. ഉഷേച്ചിന്ന് പറയുമ്പോൾ ഭയങ്കര സ്നേഹമാണ് അമ്മയെന്നറിയാം. നല്ല സ്നേഹമാണ്. എന്താ അമ്മ അങ്ങനെ പറയുന്നത്? ഒന്നുമില്ല, എനിക്ക് എൻ്റെ സമാധാനം പോയി കല്യാണമായിട്ട്. എന്ത് സമാധാനക്കേട് അമ്മേ. ഞാൻ ഇന്ന് പോകണ്ടെന്ന് എന്താ പറയുക, പാസ്പോർട്ട് ഇട്ടം വന്നാലോ വിചാരിച്ചിട്ട്. അപ്പം ഇനിയിപ്പോൾ നാളെയൊക്കെ ഈ സ്കൂളിൽ പോയിട്ട് അച്ഛനൊക്കെ ഉള്ളപ്പോൾ അത് വന്നാൽ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും ശാലിനി? എനിക്ക് ഇതും കൂടി കേട്ടിട്ട് പേടിയാവുന്നുണ്ട്. അമ്മയൊന്നും മിണ്ടണ്ട, അത് മേടിച്ച് അങ്ങോട്ട് വെച്ചാൽ മതി എന്നൊക്കെ പറയും ഇവള്. അങ്ങനെ ഇവരെ വർത്താനൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് അങ്ങനെ അമ്മേനെ കെട്ടിപ്പിടിക്കൂ, ഉമ്മ വെക്കൂ. എൻ്റെ പൊന്നമ്മയല്ലേ, എൻ്റെ ചക്കര അമ്മയല്ലേ, എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ അമ്മയില്ലാണ്ട് പിന്നെ ആരാ നിൽക്കുക എന്നൊക്കെ പറയും. അപ്പം അമ്മ അറിയും മതി 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 എന്നറിയും. അങ്ങനെ അന്ന് ഏട്ടന്മാരും അച്ഛന്മാരൊക്കെ വന്ന് ചോറൊക്കെ ഒരുമിച്ച് തിന്ന്. അയ്യോ എൻ്റെ കുട്ടിക്ക് ഉമ്മ തന്നിട്ട് പൂതിയില്ലേ കുട്ടേ. അവൻ്റെ കുട്ടീനെ അമ്മ വിളിക്കാണ്ട് എന്തിനാ അമ്മ വരുന്നേ? അത് മോശമല്ല കുട്ടിയെ, വില ഇല്ലാത്തമ്മമാരല്ലേ. അങ്ങനെ പിറ്റേന്ന് അവരെ സ്കൂളിൽ പോകും. അങ്ങനെ ദിവസങ്ങൾ ആഴ്ചകൾക്ക് വഴിമാറി. അങ്ങനെ ഒരാഴ്ച അങ്ങ് കഴിഞ്ഞു. പിറ്റേത്തെ തിങ്കളാഴ്ച അവൾ സ്കൂളിട്ട് വരുമ്പോൾ വൈകുന്നേരം കൊണ്ട് വന്ന പഠനം അമ്മ മെല്ലെ കുട്ടി കൊണ്ടുപോയിട്ട് പറയും, പിന്നെ ഇങ്ങോട്ട് മാറി. അങ്ങനെ അലമാരി തുറന്ന് കണ്ടിട്ടൊരു കവറ് കൊടുക്കും. തുറന്ന് നോക്കുമ്പോൾ ഉണ്ടാവുള്ളൂ പാസ്പോർട്ട്. ഇതെപ്പോഴേ വന്നമ്മേ? ഒരു 11 മണിക്ക് മോളെ വന്നത്. ഏട്ടന്മാരും അച്ഛന്മാരും ഒന്നും ഇല്ലാത്തപ്പം വന്നത് നന്നായി. ഇനി ഇതെവിടെയാണ് അടുത്തൊക്കെ മോളെ? അലമാരിയൊക്കെ അച്ഛൻ നോക്കൂലേ? അമ്മ അലമാരി അച്ഛൻ നോക്കും. അമ്മേൻ്റെ സാരിത്തട്ടിലൊക്കെ വെക്കണ്ട മോളെ. ഈ അല്ലാതെ നിങ്ങളെ ആ ഏറ്റടിയിൽ പിന്നെ എൻ്റെ ആ മേക്കപ്പ് പെട്ടിയൊക്കെ ഉണ്ടല്ലോ, ആ പൊട്ടും ഇതൊക്കെ ഇട്ടക്കണം, ആ പെട്ടീൻ്റെ അടിയിൽ വെച്ച് കയറി. അങ്ങനെ ഓൾ ആ പെട്ടിയിലാക്കി അടിയിലാക്കി വെച്ചിട്ട് അൾമാരിൻ്റെ ഏറ്റവും താഴെ തട്ട് ക്യാബിനറ്റ് പോലെ അതിൽ വെച്ച് പൂട്ടി. ഓളതൊക്കെ അതിലുണ്ടാവുക. പണ്ടത്തെ അൾമാരിക്ക് അങ്ങനെ താഴെ ഒരു ക്യാബിനറ്റ് മേലെ ഒരു ഇത് അങ്ങനെ. അപ്പോൾ താഴത്തെ തട്ടിൽ വെച്ചൊക്കെ പൂട്ടി. അപ്പം എൻ്റെ അമ്മ സുന്ദരി മോളാണെന്നൊക്കെ പറഞ്ഞ ഓളൊരു ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ ഓളൊരു കിനാവ് കാണാണ്. വല്ലാത്തൊരു ഭയങ്കര സന്തോഷമായിട്ടാണ്. അങ്ങനെ അന്ന് വൈകുന്നേരം അച്ഛൻ വന്നാൽ പറയുമ്പോൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകണ്ടേ, മോൻ്റെ കല്യാണമായില്ലേ, ഇനി 3 ആഴ്ച ഇല്ല, 2 ആഴ്ച ഉള്ളൂ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞില്ല, നമ്മളെ സാബുമോൻ പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞ്, ഇനി 2 ആഴ്ച കൂടി ഉള്ളൂ കല്യാണത്തിന്. അങ്ങനെ എത്ര പെട്ടെന്നല്ല ദിവസം എൻ്റെ കഥയിൽ പോയത്. അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഇവർക്ക് കുടുംബങ്ങളൊന്നും അധികമില്ല, എന്നാലും ഇവർക്കൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് പിന്നെ കാർത്തികയൊക്കെ എത്ര ജോഡി എടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് ശാലിനി ഇറക്കി 3-4 ജോഡിയൊക്കെ വേണമെന്നൊക്കെ പറയും. അങ്ങനെ വേളുമെല്ലാം അമ്മേൻ്റെ അടുത്ത് പോയിട്ട് പറയും, അമ്മ ഷോപ്പിനൊരു മുണ്ട് ഷർട്ട് വാങ്ങണട്ട് അമ്മ കല്യാണമായിട്ട്. അപ്പം അമ്മ അറിയാതെ എങ്ങനെയാണ് മോളെ വാങ്ങുക, ഇത് ആർക്കെന്ന് പറഞ്ഞിട്ടാ വാങ്ങുക പിന്നെ ഒക്കെ പറയും. അപ്പോൾ പറയും നമുക്ക് ബാലേട്ടന് ഡ്രസ്സ് വാങ്ങാം. അപ്പം ഞാൻ പറയണ്ട എൻ്റെ ഫ്രണ്ടല്ലേ സാബു, അച്ഛനൊക്കെ അറിയാം അവളെ ഫ്രണ്ടാണെന്ന്. അപ്പം ഞാൻ നിർബന്ധിക്കും എൻ്റെ സാബുവിന് വാങ്ങാൻ. അപ്പോൾ ഒരു വാങ്ങണ്ട അമ്മ പറയണം, ഓനും കൂടി ഓനെ മാത്രം മാറ്റി വെക്കണ്ട, ഓനും വാങ്ങിക്കളിന്ന് പറയണം. നമ്മളെ മോട്ടന് സൈക്കിളൊക്കെ വാങ്ങി കൊടുത്തല്ലേ എന്ന് പറയണം കേട്ടോ എന്ന് പറയും. എന്നാൽ അങ്ങനെ പറയാമെന്നറിയും. അങ്ങനെ അമ്മേനെ അങ്ങനെയൊക്കെ ചട്ടം കെട്ടിട്ടോ. അപ്പോൾ കുറേ സമയമായോ? അങ്ങനെ ഞാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്ര മതിട്ടോ. നമ്മളെ മോൻ്റെ അടുത്തേക്ക് കിടക്കാൻ പോവുക. അവിടെ വേലാമ്പായിൻ്റെ അടുത്തൊക്കെ പോയിട്ട് നമ്മൾ കിടക്കാൻ പോകട്ടോ. നമുക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ വയ്യ സങ്കടം. നമ്മളെ ഉണ്ണിയേട്ടൻ ഗുരുവായൂർ പോയതാ. ഉണ്ണിയേട്ടൻ, രാജേഷ്, പിന്നെ മുരളിയേട്ടൻ, അവരെല്ലാവരും അമ്പലത്തിൻ്റെ കാര്യത്തിനായിട്ട് ഗുരുവായൂരും പോയി. പിന്നെ എന്താണ് കൊടുങ്ങല്ലൂരും പോയി കേട്ടോ. അപ്പോൾ നമ്മളെ നാഗക്കോട്ടൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ കഥ നാളെയും ഞാൻ പറയട്ടോ, ഇനി വിടൂല കേട്ടോ. ഇനി നമ്മൾ പെട്ടെന്ന് കഥ പറയട്ടോ. എൻ്റെ കുട്ടികൾക്കൊക്കെ സുഖമല്ലേ, ഹാപ്പി അല്ലേ, സന്തോഷമല്ലേ? യെസ്, നോക്കട്ടെ കേട്ടോ അത്രയായിന്ന്. അങ്ങനെ പിറ്റേന്നോളച്ഛൻ ഒരു 8 പൈസ കൊണ്ടുവന്നിട്ട് നമ്മളെ
ഉഷമോളെ കൈ കൊടുത്തിട്ട് പറയും ഇത് നല്ല അലമാരിയിലേക്ക് വെക്ക്, നമുക്ക് ഡ്രസ്സൊക്കെ പോകുമ്പോൾ എടുക്കാനുള്ളതാണെന്ന് പറയും. അങ്ങനെ ഇവർ ഡ്രസ്സ് എടുക്കാനുള്ളവരെ ലിസ്റ്റ് എഴുതും. അങ്ങനെ ഡ്രസ്സ് എടുക്കാനുള്ള ശാലിനോട് പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വരാം. അവരെല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ. പിന്നെ ഉഷമോളെ വകയില അമ്മായിക്കും അങ്ങനെ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള പിന്നെ നമ്മളെ മോറ്റിൻ്റെ പ്രസവത്തിനൊക്കെ നിന്ന് നമ്മളെ സുഗന്ധീൻ്റെ അമ്മയ്ക്കും അങ്ങനെ ഒരച്ചമ്മയ്ക്കും ഒക്കെ എടുക്കാന്നൊക്കെ പറയാം. അപ്പോൾ പിന്നെ അമ്മ പറയും ബാലൻ എടുക്കണ്ടേ, അവൻ്റെ ഫ്രണ്ടല്ലേ. അപ്പം പറയാ വേണോ അച്ഛാ ബാലൻ എടുക്കണോ ഡ്രസ്സ്? ബാലൻ എടുക്കാറ്. അപ്പോൾ അടി ശാല അങ്ങോട്ട് എഴുത്തങ്ങോട്ട് നിർത്തി. അപ്പോൾ സാബുവിനോ എടുക്കാറുണ്ട്. സാബുന്ന് അങ്ങോട്ട് എഴുതും. അപ്പോൾ വേണേ എന്തിനാ ഓനൊന്നും വേണ്ട, അവൻ ഇവിടെ ഉണ്ടാ പിന്നെ. അപ്പോൾ ഉള്ളറെ ബാലേട്ടൻ എടുക്കും. പിന്നെ സാബു എന്ത് വിചാരിക്കും? സാബു എന്ത് വിചാരിച്ചോട്ടെ, പിന്നെ ബാലേട്ട ഏട്ടൻ്റെ ഫ്രണ്ടാണ്, ഇന്ത്യൻ ഫ്രണ്ടാണ്. സാബു ആരെ ഫ്രണ്ടല്ല. അപ്പോൾ ഉള്ളറെ അച്ഛാ വേറെ രണ്ടാളെ ഫ്രണ്ട് ബാലേട്ട എൻ്റെ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരൻ സാബു. അപ്പം എൻ്റെ ഏട്ടൻ്റെ കല്യാണമായിട്ട് സാബുവിന് വേണം അച്ഛ. എന്താണ് അച്ഛാറ്? അപ്പം അച്ഛൻ ശാലിനെ തന്നെ എങ്ങനെ നോക്കിയിരിക്കും. അച്ഛനും അറിയാം ശാലിനിക്ക് ചെറുപ്പത്തിലുള്ള കൂട്ടുകാരവനാണെന്ന്. അപ്പോൾ പറയും മോളെ അവിടെയല്ലോ വിരലൊന്നും ഉണ്ടാവില്ല അറിയാം അച്ഛൻ. അപ്പോൾ പറയും ഇല്ല അമ്മേ, ഇല്ല അച്ഛൻ ഞാൻ എന്തായാലും വരണം തന്നെ. അപ്പം മോൻ്റെ കൂടെ പറയാം അല്ലാ നമ്മളെ അവിടെ എന്തായാലും വരും. ആ ബാലേട്ടന് മേടിച്ചു കൊടുക്കുന്ന നേരം കൊണ്ട് ആ സാബേട്ടന് മേടിച്ചു കൊടുക്കണം അച്ഛൻ, നമുക്ക് സൈക്കിളൊക്കെ വാങ്ങി തന്നല്ലേ, നിങ്ങൾ എന്താണ് അച്ഛൻ അങ്ങനെ എന്നൊക്കെ പറയും. അപ്പം അമ്മ അറിയും ശരി തന്നെയാണ് ഏട്ടാ, മോന് സൈക്കിളൊക്കെ മേടിച്ചു കൊടുത്തല്ലേ. അപ്പോൾ വീണു പറയും ഇപ്പം സൈക്കിള് മേടിച്ചു കൊടുത്തതിന് പതിയിൽ മേടിച്ചു കൊടുക്കാണ് പിന്നെ. അപ്പം പിന്നെ ബാബു ഒന്നും പറയില്ല. അപ്പം അച്ഛൻ പറയും അന്ന് എന്തായാലും വരില്ല, അവൻ്റെ പേരും അങ്ങോട്ട് ഇയാൾ ഇനിയിപ്പോൾ ഓക്കൊരു പരിഭവം വേണ്ട, ഓളെ ചെറുപ്പത്തിലുള്ള കൂട്ടുകാരനല്ലേ എന്ന് പറയും. അങ്ങനെ ശാലിക്ക് സന്തോഷമായിട്ടാ. അപ്പോൾ വിളിക്ക് ഏട്ടാ കാർത്തികനെ വിളിക്കണ്ട ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ. അപ്പോൾ ഏട്ടനെ കാർത്തികനെ വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പറയും ഇജി അവളോട് പറഞ്ഞിനാ പിന്നെ വിളിക്കാന്നൊക്കെ, ഈ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിളിക്കണം. ഞാൻ പറഞ്ഞില്ല, ഏട്ടൻ പറഞ്ഞു ഞാൻ എങ്ങനെ കാണാനാ, ഞാൻ ഓളെ കാണാനുണ്ടോ. അപ്പം അച്ഛൻ പറയും ഇനിയിപ്പോൾ തർക്കമൊന്നും വേണ്ട, ഓളെ വിളിച്ചാളാം പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ. അപ്പോൾ അറിയും അതന്നെ ഓളെ വിളിക്കാം. അങ്ങനെ പിറ്റേന്ന് സ്കൂളിൽ പോവാം. പിറ്റേന്ന് സ്കൂളിൽ പോകുമ്പോൾ പിന്നെ അന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ തലേന്ന് പാസ്പോർട്ടും വന്നൊക്കെ എടുത്തച്ചല്ലേ. അങ്ങനെ ഇവള് പോകുമ്പോൾ തന്നെ ഇവള് മനസ്സിലിരിക്കണം സാബുവിന് കത്തയക്കണം, പിന്നെ കാർത്തികനോട് പറയണം ഉച്ചയ്ക്ക് ചോറും നമ്മൾ എല്ലണ്ടൊക്കെ വാങ്ങിയിട്ട് ഓഫീസ് റൂമിൽ തന്നെ എഴുതിയിട്ട് ഇന്നെ പോസ്റ്റ് ചെയ്യുക, ആരും കാണാണ്ട്. ഉറക്കം വരുന്നിട്ടോ, സമീപം കുറേ ആയി, 11:49. ഞാൻ പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ നോക്കി എത്രയായി എന്നൊക്കെ നേരം വൈകിപ്പോയി. ഇത്തിരി കൂടി പറഞ്ഞേക്കാക്കി. അങ്ങനെ പിന്നെ ഇവള് കാർത്തിക വന്നാൽ പറയും കാർത്തിക ഇനി എന്നാ ലീവ്? അപ്പോൾ അവളറിയാം ഞാനിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കൂടി ഇല്ല, ഞങ്ങൾക്ക് സ്വർണ്ണമൊക്കെ എടുക്കാൻ പോകാണ്ട്. അപ്പോൾ എടി ഈ പിന്നെ ഞായറാഴ്ച ഡ്രസ്സ് എടുക്കാൻ പോകാറുണ്ട്, അച്ഛനോട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അറിയാം ആണോ, പിന്നെ എന്നാ ഞങ്ങൾക്ക് സ്വർണ്ണം എടുക്കാൻ പോകണമെന്ന് അറിയില്ല. അപ്പോൾ അറിയാം ഞായറാഴ്ച ഒഴിവാക്കി പിടിച്ചോ പിന്നെ എന്നൊക്കെ പറയും. അപ്പോൾ അറിയാം പിന്നെ ഞാൻ പറയാമെന്നൊക്കെ പറയും. അപ്പോൾ റെഡി പാസ്പോർട്ട് വന്നല്ലേ, അച്ഛനും അമ്മയും ഏട്ടന്മാരൊന്നും കണ്ടില്ല, ആരും കണ്ടില്ലടി. ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞതിനെ കൊണ്ട് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ വിവരമൊക്കെ അവൾ കാർത്തികനോട് പറയണ്ടിട്ട് എനിക്ക് പറയാൻ മറന്നുപോയതാ. അപ്പം പിന്നെ അമ്മ അത് വാങ്ങി ഞാൻ പറഞ്ഞ തന്നെ അങ്ങനെ അൾമാരീൻ്റെ താഴത്തെ കബോർഡിൽ വെച്ച് എന്നൊക്കെ പറയും. നമുക്ക് സാബുവിന് കത്തയക്കണം എന്നറിയും. അപ്പോൾ അറിയാം എടീക്ക് മറന്നതാ, സാബുവിൻ്റെ കത്ത് വന്നിക്കണിക്ക്. ഞാൻ ഈ വന്ന പഠന പറയണമെന്ന് വെച്ചപ്പത്തിനല്ലേ ഇതും കൊണ്ട് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് തന്നെയോ എന്നാൽ പൊട്ടിക്കാൻ വായിക്കാൻ പറയും. ഇനിയിപ്പോൾ നേരം ഉണ്ടോ ഉണ്ടാറുന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് കേട്ടിട്ട് അങ്ങനെ അവിടെ പോയിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കഴിക്കും. അപ്പോൾ ഒരു ടീച്ചർ വരും. അപ്പോൾ ടീച്ചർ എന്താ അവിടെ ശാലിക്കും കാർത്തികക്കും കാർത്തിക ടീച്ചർക്ക് പരിപാടി അറിയാം. പറയും ഒരു ഫ്രണ്ടിൻ്റെ കത്ത് തന്നുണ്ട്. നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ അവിടുന്ന് ഒരു വടി ഇതൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് പോട്ടാം. അപ്പോൾ പിന്നെ ഇവർ നോക്കുമ്പോൾ ഒരു 3-4 വരി ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്നാ വേഗം വായിച്ചോടി. അപ്പോൾ എന്താ ശാലിനി എനിക്ക് വിസ വന്ന് പൊന്നു മക്കളെ എന്ത് പറയട്ടെ, 28-ാം തീയതിക്ക് ഒരു പോണം, പിന്നെ 8-9 അവളെ ഏട്ടൻ്റെ കല്യാണം. അപ്പോൾ കല്യാണം കൂടാൻ പറ്റി, ഉഷാറായിപ്പോയി. പിന്നെ വിഷു കഴിഞ്ഞ് 14-ാം തീയതി കല്യാണം അല്ല വിഷു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അയ്യോ അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അവർ റെഡി എൻ്റെ പാസ്പോർട്ട് വന്നോ, വീട്ടിലും
ഒന്നും അറിഞ്ഞില്ലല്ലോ. ഞാൻ വേഗം ഈ അടുത്ത ആഴ്ച തന്നെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് മാമൻ്റെ അടുത്ത് പോയിട്ട് യാത്രയൊക്കെ പറഞ്ഞിട്ട് വരാം എന്നൊക്കെ പറയോ. വളരെ അപ്പോൾ കാർത്തികേനെ നമ്മൾ കെട്ടി പിടിക്കണം. നമ്മളെ സാബു ദുബായിക്കാരൻ്റെ പോവാണ്. അന്ന് ദുബായ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട, അമേരിക്ക ഇന്നിപ്പോൾ അമേരിക്കക്ക് കൂടി വിലയില്ല, അമേരിക്ക ലണ്ടനും ഒന്നും വിലയില്ല. ഇനിയിപ്പോൾ ആകെ വില ഇവിടെ ശൂന്യാകാശത്തും സൂര്യനിലും ചന്ദ്രനിലൊക്കെ പോയാലേക്ക്. അന്ന് അതൊന്നുമില്ല. ദുബായ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നാട്ടാ. അങ്ങനെ ഒരു ഹാപ്പിയിലേക്ക് അപ്പോൾ അറിയും നമുക്ക് കത്തയക്കണം കേട്ടോ, വേഗം നമുക്ക് ഉച്ചയ്ക്ക് ചോറുന്നാൻ വിട്ടോ, നമുക്ക് പിന്നെ പാസ്പോർട്ട് കിട്ടിയ ഇവരൊക്കെ വെച്ചിട്ട് കത്തെഴുതാട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കല്യാണത്തിന് നേരത്തെ വരും, സാബ് വേഗം ഇപ്പോൾ വരുന്നുണ്ട്. അവർ ഇനി സാബ് വന്നാൽ തുള്ളിച്ചാടാനൊന്നും പോകണ്ടടി. ഇനിയിപ്പോൾ കഴിയൂല, വീട്ടിൽ കല്യാണമായി, വീടിൻ്റെ പണി കഴിഞ്ഞ് അവിടെ റൂമായി, ഇപ്പോൾ കട്ടിലൊക്കെ വാങ്ങിയിടണം. അങ്ങനെ കണ്ട ഓരോ സന്തോഷങ്ങളാണ് ഇപ്പോൾ ശാലിനിക്ക് വന്നിക്കണ്, കാർത്തികയ്ക്ക് വന്നിക്കണ്. മറന്ന സന്തോഷത്തോടു കൂടി ശാലിനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഒന്ന് കഥ എത്ര മതി ട്ടാ. ടാറ്റാ, ലവ് യു. ചക്കരമ്മ പഞ്ചാരമ്മ. എൻ്റെ കുട്ടികൾക്കൊക്കെ ഞാൻ എന്താ പറയുക, എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ തരുന്നുണ്ട് കേട്ടോ. എനിക്ക് അതുപോലെ സന്തോഷവും സമാധാനം ഉണ്ടാണ്. നിങ്ങൾ പറഞ്ഞില്ലേ, നമ്മൾ ഉണ്ണേട്ടനും നമ്മൾ മക്കളൊക്കെ എനിക്ക് എപ്പോഴും സന്തോഷങ്ങളാണ് കേട്ടോ തരുന്നത്. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ലാന്ന്. പിന്നെ എന്താ പറയുക, നമ്മളെ മോന് ഒരു നല്ല ജോബാണ്. ഇപ്പോൾ അത്യാവശ്യം സാലറിയൊക്കെ കിട്ടുന്ന ഒരു ബാങ്കിൽ ജോലിയൊക്കെ ഉണ്ട്. പക്ഷെ പുറത്തേക്ക് പോകാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അത് നടക്കില്ല. ആ ഒരു സങ്കടങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എനിക്കുണ്ടായത്. ഒന്നിങ്ങനെ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ മിസ്സായിപ്പോയി. അപ്പോൾ ഞാനിതിപ്പോൾ ഈ അവസരത്തിൽ നിങ്ങളോട് പറയാം, ഇപ്പോൾ 2-3 പ്രാവശ്യമായി ഇപ്പോൾ അവന് റെഡിയായി വന്നത് മിസ്സായിപ്പോണ്. അതിൻ്റെയൊക്കെ ഒരു സങ്കടമൊക്കെ ഇനിട്ടോ എനിക്ക് 2-3 ദിവസമായിട്ട്. അപ്പോൾ നമുക്ക് അവന് സമയം ശരിയാകുമ്പോൾ ഒക്കെ റെഡിയാവുന്നേ. അവന് ഇച്ചിരി കൂടിയുള്ളൂ നമ്മൾ പണിക്കര് പറഞ്ഞ സമയം വരാം. അപ്പം നമ്മൾ ഈ വേളയിൽ ഇതും കൂടി നമ്മൾ തുറന്ന് പറയാം. അപ്പം നമ്മൾ ടാറ്റ പറയട്ടെ, ഗുഡ് നൈറ്റ് പറയട്ടെ, ഉറങ്ങാൻ പോവാണ്. എല്ലാവർക്കും ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മളെ നിക്കിമോനുണ്ട് മേലെ, അപ്പുണ്ട് മേലെ, അവരെ കൂടെ പോയി ഞാൻ കിടക്കും. കാരണം വെച്ചാൽ ഉണ്ണിയുടെ അവിടെ ഇല്ലാത്തതിനെ കൊണ്ടാട്ടാ. അപ്പോൾ ഈ ഡെക്സാ ബേബി ഒന്നും താഴെ കിടക്കൂലെന്ന് ഞാനില്ലാഞ്ഞാൽ ഉറങ്ങൂലെന്നറിയാം. അമ്മ ഇങ്ങനെ മൂളി നിരങ്ങിയൊക്കെ കളിക്കും. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് ഉറങ്ങാൻ കിടന്നാൽ ഓമനീ നീ ഉണർത്തു പാട്ടാകും, നിന്റെ മടിയിൽ ഞാൻ തലച്ചാച്ച മാണിക്യത്തൊട്ടിലാകും. അതൊക്കെ അത്രയേ അറിയുള്ളൂ, അതൊക്കെ തെറ്റാ. ലവ് യു, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ലവ് യു ഉമ്മ. 2-3 ദിവസം 4-5 ദിവസം കഥ പറയാൻ വരാത്തതിൽ സോറി. എൻ്റെ കഥ കേൾക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവരോട് ഞാൻ സോറി പറയും. ആദ്യം നമ്മളെ ചേച്ചിനോട്, നമ്മളെ 2ാമത്തെ ചേച്ചിക്ക് സമ്മല കഥ കേൾക്കായിട്ട് കുറേ ദിവസമായി പറയുന്നു. കഥ റെഡി ഇത്. ടാറ്റ, ലവ് യു ഉമ്മ.